സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഒരു മാസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇന്ന് ഇരുന്ന സമയത്താണ് പെട്ടെന്ന് എല്ലാവർക്കും കൂടെ ഇന്ന് വർക്കല ബീച്ചിലോട്ട് വരണം എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ വന്നത്. അങ്ങനെ ഇന്ന് എല്ലാവരുമായിട്ട് വർക്കല ബീച്ചിൽ വന്നിട്ടുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അമ്മയും അച്ഛനും ചേട്ടനും എല്ലാവരും 3 വണ്ടിയിലായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൽ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എടുക്കുന്നുണ്ട്. ബാക്കി ഇന്നത്തെ കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ എല്ലാവരും എത്തിക്കഴിഞ്ഞു. 3 വണ്ടി. ഇതോ ഫസ്റ്റ് വണ്ടി, സെക്കൻഡ് വണ്ടി, തേർഡ് വണ്ടി, എല്ലാവരുമായി അങ്ങനെ ബീച്ചിലെത്തി. 9 മാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഫാമിലിയിൽ എല്ലാവരും കൂടെ ചേർന്ന് പുറത്തിറങ്ങിയത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി ക്രൗഡാണ്. ഇഷ്ടം പോലെ വണ്ടി കിടപ്പുണ്ട്, ഒരുപാട് വണ്ടി കിടപ്പുണ്ട്. നമ്മൾ ആദ്യമൊക്കെ വന്ന സമയത്തുള്ള രീതിയിലുള്ള പോലത്തെ തിരക്ക് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പം ടൈം 3:45, 2:30 തിരിച്ച് 56 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ വരെ വരാൻ വേണ്ടിയിട്ട്. ആരും പേടിക്കേണ്ട, 144 പിൻവലിച്ചതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങി തിരിച്ചത്. അതുകൊണ്ട് 5 പേർ കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ സങ്കടപ്പെടരുത്. ഇതിന് മുമ്പ് വന്നത് നമ്മൾ അൻസറിൻ്റെ കൂടെ നമ്മൾ ഒരു ദിവസം വൈകുന്നേരം നമ്മുടെ ഒരു UK എന്നൊരു ഫ്രണ്ടിനെയും കൊണ്ട് വന്നതിൻ്റെ അന്നാണ് ഇവിടെ വന്നത്. അതിനുശേഷം പിന്നെ ഇന്നാണ് പറഞ്ഞത്. അതിനുശേഷം അന്ന് വന്ന് ലാസ്റ്റ് ഫെബ്രുവരിയിൽ, അതിനുശേഷം ലോക്ക്ഡൗൺ ആയി. ഇന്നിപ്പം നവംബറിലായി. ഇത്രയും ദിവസത്തിന് ഗ്യാപ്പിന് ശേഷം ഇന്നാണ് പറഞ്ഞത് എല്ലാവരും ഫുൾ. എൻ്റെ ചേച്ചിയുടെ ഡ്രസ്സിങ്ങിനെ കളിയാക്കണമെന്നാണ് തോന്നുന്നത്. ഇത് ഫോട്ടോ സെഷൻ. എൻ്റെ ഗ്ലാസും മോട്ടിച്ചുകൊണ്ടിട്ടാണ് അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കളിക്കുന്നത്. ഹണിമൂൺ കപ്പിൾസ് ആണെന്നാണ് വിചാരം. മുതുക്കനും മുതുക്കിയും കൂടെ വന്നൊന്ന് ഫോട്ടോ എടുക്കുക. അവരതാ കെട്ടിക്കാറായ പ്രായമുള്ള കൊച്ചാണ് ബാക്കിൽ നിൽക്കുന്നത്. അവരിപ്പോഴും ഫോട്ടോ എടുത്ത് കളിക്കുന്നേ ഉള്ളൂ. മാസ്ക് എൻ്റെ ഗ്ലാസ് മോട്ടിച്ച് വെച്ചേക്കാണ്. മാതാമേന്നാണ് വിചാരം. ഇത് നമ്മൾ ഗോവയിലല്ല വന്നത്. ഇപ്പം ഷൂട്ട് ചെയ്തോണ്ടിരിക്കയില്ലേ അവരുടെ. പക്ഷെ ഇവിടുത്തെ ഈവനിങ് എന്ന് പറഞ്ഞാൽ, ഈവനിങ് വൈബ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഗോവ പോലെയാണെന്നാണ് അന്ന് നമ്മൾ വന്ന് പറഞ്ഞത്. വന്നപ്പോൾ കണ്ടത്, അന്ന് എക്സ്പീരിയൻസ് ചെയ്താണ്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് മോളെ ID കാർഡിൽ കാണും. ID കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ അന്നത്തെ വീഡിയോസ് കാണാൻ പറ്റും. പൊട്ടിച്ച് എന്റെ ക്ലാസ് പൊട്ടിച്ച്. എന്താ പൊട്ടിയേ? കമ്മല്. അയ്യോ, കമ്മലല്ലേ പൊട്ടിയത്. ഞാൻ വെച്ച എന്റെ ഗ്ലാസ് ആണ് പൊട്ടിയത്. അയ്യോ, സങ്കടം. ഗ്ലാസ് വെച്ചേക്കുന്നോണ്ട് കരയണം. എന്തായാലും വരും. എന്റെ വീഡിയോക്ക് എപ്പോഴും ഒരു ഡിസ്ലൈക്ക് ഫസ്റ്റ് വരും. അത് എനിക്ക് ആരാണ് ആ ഡിസ്ലൈക്ക് അടിക്കുന്നതെന്നുള്ള കാര്യം. എപ്പോഴും 1 അല്ലെങ്കിൽ 3, 2 കൂടുതൽ ഡിസ്ലൈക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും ഫസ്റ്റ് ഡിസ്ലൈക്ക് അടിച്ചത് ആരാണെന്നുള്ള കാര്യം. അപ്പൊ ഇന്നും ഡിസ്ലൈക്ക് അടിക്കും. ഈ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. കാരണം കണ്ടന്റ് ഒന്നും ആലോചിച്ച് വെച്ചിട്ടില്ല, മുമ്പും ആലോചിച്ച് വെച്ചിട്ടില്ല കണ്ടന്റ് എന്ത് ചെയ്യണമെന്നുള്ളത്. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഷൂട്ട് ചെയ്ത് പോവുക, അത്ര ചെയ്തിട്ടുള്ളൂ. എപ്പോഴും എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് വീഡിയോ എടുത്ത് ഇനി ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യാൻ അറിഞ്ഞൂടാ. എല്ലാവരും ബാക്കിലുണ്ടല്ലോ, എല്ലാവരും ഉണ്ട്. അയ്യോ, ഇതെല്ലാം കൂടെ താഴെ എത്തുമ്പോൾ ഒരു നേരം ആവുമല്ല. അങ്ങനെ ബീച്ചിലെത്തി. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് വർക്കല ബീച്ചിൽ വന്നേക്കുന്നത്. ഒരു 9-10 മാസത്തിന് ശേഷം. മുകളിൽ കണ്ട വണ്ടികളുടെ അത്ര ഒരു തിരക്ക് ഇവിടെ കാണാനില്ല. എന്നിരുന്നാലും ഓക്കെയാണ്. കുറേ കാലത്തിന് ശേഷം പറഞ്ഞുകൊണ്ട് ഒരു രസമുണ്ട്. നീ ഘടാപ്പുറത്തേക്ക് പോയി കാലിൽ വെള്ളം നനയ്ക്കാം. വരൂ ഗൈസ്, ആരും വരല്ലേ? വാ, ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാം. ബീച്ചിൽ പോണേ. സമയം ഈവനിങ് ആയി തുടങ്ങിയപ്പോഴത്തേക്കും തിരക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വയസ്സ് നല്ല രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. നല്ല ഉഗ്ര വ്യൂ ആണ്. എനിക്ക് വർക്കല ബീച്ചും കോവളം ബീച്ചും ഒരു രക്ഷയില്ലാതെ ഇഷ്ടമാണ്. കാരണം നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ഏറ്റവും കൂടുതൽ പോകുന്ന 2 സ്ഥലങ്ങളാണല്ലോ വർക്കല ബീച്ചും കോവളം ബീച്ചും ശംഖുമുഖം ബീച്ചും. ശംഖുമുഖത്തെ ചിട്ടയെ പോലെ ഒരു എൻജോയ്മെൻറ്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരുപാട്
തീരം അങ്ങ് ഇടിഞ്ഞു പോയി. വർക്കല ബീച്ചിൽ വന്നാൽ പ്രോപ്പറായിട്ട് കാണേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ആ ഭാഗമാണ്, ആ റേഞ്ച്. ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞു അടിച്ച് കുളിപ്പിച്ച് ആ ഭാഗത്താണ് പോകേണ്ടത്. ഈവനിങ് വൈബ് ഫുൾ ആ ഭാഗത്താണ്, ക്ലിഫിൻ്റെ മുകളിൽ. കുറേ നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് തിരിച്ചു പോകാൻ തോന്നുന്നില്ല. ഈ വീഡിയോക്ക് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല, ജസ്റ്റ് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ജസ്റ്റ് കുറേ കാലത്തിന് ശേഷം പുറത്തിറങ്ങിയപ്പോഴത്തേക്കും എടുക്കാമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്, അതുകൊണ്ടാണ്. ഫോട്ടോ സെഷനാണ് ഇവിടെ നടന്നത്. ഫോട്ടോ സെഷൻ, എല്ലാവരും കൂടെ ചേർന്ന് ഫോട്ടോ സെഷൻ. 10 മാസത്തിന് ശേഷം പുറത്തിറങ്ങിയ എൻ്റെ സങ്കടം തീർക്കണേ, ഓരോരുത്തരെ പിടിച്ച് ചേർത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ചേച്ചിയുടെ മക്കളാണ്. എല്ലാ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ നിശ്ചലന്മാരാണ്. കോൺട്രാക്ട് ഇതൊക്കെ ഹാപ്പി മൊമെന്റ്സ് ആണ്. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോസാണ്. ഞാൻ എന്ത് പറയണമെന്ന് അറിയണോ? പറ. എന്തോന്ന് പറഞ്ഞില്ല? നമ്മുടെ കുറ്റമല്ല, വേറെ തല വെച്ചിരിക്കണം. ഇല്ല, ഞാൻ കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ആണ്. നിങ്ങൾ പറഞ്ഞ എല്ലാം കിട്ടിയില്ല. 3 മിനിറ്റ് റെക്കോർഡിങ് കഴിഞ്ഞു. ഇപ്പോഴും വിശ്വാസമില്ല. എടുത്തോണ്ടിരിക്കുന്നത് മാസ്ക് ഇല്ലാത്ത ഡിസ്ലൈക്ക് അടിക്കുന്ന ഏക വ്യക്തി മാത്രമാണ്. സ്വന്തം ചേച്ചിയാണ്. സ്വന്തം അനിയന്റെ വീഡിയോക്കാണ് ഇങ്ങനെ ഡിസ്ലൈക്ക് അടിക്കണമെന്നുള്ള ബോധം ഉണ്ട് എപ്പോഴെങ്കിലും? ഇല്ലല്ല, എല്ലാ വീഡിയോയിലും ഡിസ്ലൈക്ക് അടിക്കണമെന്നുള്ള. അതിപ്പോ യൂട്യൂബിലാ ഏത് വീഡിയോ കണ്ടാലും ഒരു ഡിസ്ലൈക്ക് അടിച്ചില്ലെങ്കിൽ സമാധാനം വരും. എന്തോ ഒരു സൈക്കോ ആണ് മനസ്സിനകത്ത്. നമ്മൾ വന്നതിൽ നിന്നും ഒരുപാട് തിരക്കായി ഇപ്പം. യെസ്. എന്നിട്ടാണ് എനിക്ക് പാട്ടിന് കോപ്പിറൈറ്റ് തരാൻ വേണ്ടിയിട്ട്. ഓണത്തിനൊരു പാട്ട് ഷൂട്ട് ചെയ്ത് അതിന് മൊത്തം കോപ്പിറൈറ്റ് ആയിരുന്നു. ഒരു കവർ നിറയെ മണ്ണ വെച്ച് വെച്ചേക്കാണ്. മണക്കടത്താണ് ജോലി. റെക്കോർഡിങ് കണ്ടില്ലേ? സൺസെറ്റായി. ഇനി സൺസെറ്റും കൂടെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകും. ഒരു ചെറിയ വീഡിയോ ആണ്. ചെറിയ മാക്സിമം ഒരു 8 മിനിറ്റിനകത്ത് കാണും. 8 മിനിറ്റ് വരെ കാണും. ഈ സൺസെറ്റിൻ്റെ ടൈം ലാപ്സ് എടുക്കുന്നുണ്ട്. ടൈം ലാപ്സോടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോകും. ടൈം ലാപ്സ് വീഡിയോ ഇടണം. സൺസെറ്റ് ഇനി മോളിൽ നിന്ന് ഷൂട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ്. ഇനി മോളിലോട്ടാണ്. ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വായെല്ലാം വഴി കഴിഞ്ഞ് നമ്മളിനി മുകളിലോട്ട് പോകും. മുകളിലോട്ട് മീൻസ് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട്. ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നതല്ല.
നല്ല രീതിയിൽ ഫോൺ IS ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവണോണ്ട് ഓട്ടോമാറ്റിക്കലി അത് മാറിപ്പോകും. ഇനി നമുക്ക് മുകളിൽ പോയിട്ട് ബാക്കി ഷൂട്ട് ചെയ്യാം. അങ്ങനെ വർക്കലൊക്കെ പോയി എല്ലാം കറങ്ങി എല്ലാം കഴിഞ്ഞു. ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി ഫ്രണ്ടിലോട്ടുള്ള വണ്ടികളൊക്കെ പോയാലും ഇവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഗായ്സ്, ഇത് ഞാൻ ചെറിയൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട് എടുത്ത ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.